ഗാസയിൽ യുണൈറ്റഡ് നേഷൻ്റെ എയ്ഡാണെങ്കിലും മറ്റ് സന്നദ്ധ സംഘടനകളുടെ എയ്ഡാണെങ്കിലും അതേപോലെ നേരത്തെ വേൾഡ് കിച്ചണിലൂടെ പ്രവർത്തിച്ചിരുന്ന വാറ് നടക്കുന്ന സമയത്ത് ഏകദേശം 2000-3000 സന്നദ്ധ സംഘടനകൾ പല എയ്ഡുകൾ വിതരണം ചെയ്യാനും ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർ അവിടെ ക്യാമ്പ് അടിച്ച് ഇവർക്ക് സഹായിക്കാൻ വേണ്ടി UK നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും പോയിക്കൊണ്ടിരുന്നു. അപ്പം നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ഈ ഒക്ടോബർ 8 ഈ ഇസ്രായേലിലോട്ട് അറ്റാക്ക് നടത്തിയ കൂട്ടത്തിൽ യുണൈറ്റഡ് നേഷൻ്റെ പണം വാങ്ങി വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള എയ്ഡ് വർക്കേഴ്സ്, അതായത് സഹായം ചെയ്യുന്നവർ, അപ്പം അതിലേകദേശം 3000-4000 പേരോളം ഈ യുണൈറ്റഡ് നേഷൻ്റെ പണം, അതായത് പല രാജ്യങ്ങൾ കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ആൾക്കാർക്ക് ആഹാരവും മെഡിസിനും ഒക്കെ കൊടുക്കുന്ന ഇവർ ഈ ഹമാസിൻ്റെ ആൾക്കാരായിരുന്നു, പല രാജ്യത്തു നിന്ന് വന്നവർ. അപ്പം ഇവർക്ക് ഹമാസിനോടാണ് താല്പര്യം, അല്ലാതെ ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ പേരിന് വെച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പേരിൽ ഇത്ര പേർക്കെതിരെ യുണൈറ്റഡ് നേഷൻ ആണെങ്കിൽ അമേരിക്ക പറഞ്ഞ് അവർക്ക് നടപടിയെടുക്കണം. ചില ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്തു, ചില ആൾക്കാരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്ത് ഇസ്രായേലുമായിട്ട് ഫൈറ്റിൽ കൊല്ലപ്പെട്ടു. കാരണം ഇത് ബേസിക്കലി ഹമാസിൻ്റെ പോരാളികൾ എന്ന് പറയുന്ന ഭീകരന്മാരായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ പുതിയ നിയമം കൊണ്ടുവന്നു, ഗാസയിലേക്കകത്ത് ആരെങ്കിലും എയ്ഡ് വർക്കേഴ്സ്, അതായത് യുണൈറ്റഡ് നേഷൻ്റെയോ വേറെ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുടെയോ ലോകത്തേതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് വന്ന് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് ഗാസയിൽ എൻട്രി ചെയ്യാനുള്ള വിസ പെർമിഷൻ വേണം, നിർബന്ധമായി. നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് യുണൈറ്റഡ് നേഷൻ്റെ മറ്റ് പല രാജ്യങ്ങളുടെ എയ്ഡ് അവർ ഫിലഡൽഫിയ കോറിഡോറിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഡിമാൻഡ് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഹോസ്റ്റേജസിൻ്റെ ആരൊക്കെ ജീവനോടുണ്ട് അവരുടെ പേരുകൾ തരണം. അത് രണ്ടാമത്തെ കാര്യം പറയുന്നത്, ആരൊക്കെ അവിടെ UN-ൻ്റെയും മറ്റൊരു സന്നദ്ധ സംഘടനകളുടെയും വേൾഡ് കിച്ചണാണ് ഏത് സംഘടനയാണെങ്കിലും അവരുടെയൊക്കെ പേരും വിവരങ്ങളും അവരെല്ലാം മാൻഡേറ്ററി ആയിട്ട് ഗാസയിൽ എൻട്രി ചെയ്യാൻ വേണ്ടി വിസ എടുക്കണം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ച നടക്കുന്നുണ്ട്. ഇന്നത്തെ വാഷിങ്ടൺ പോസ്റ്റിനകത്ത് വളരെ കൃത്യമായിട്ട് വാർത്ത വന്നിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത്, അവിടെ അകത്ത് കയറുന്നവർ, അതായത് ഗാസയ്ക്കകത്ത് എയ്ഡ് വർക്കറായിട്ട് അകത്ത് കയറുന്നവർ വിസ എടുക്കണം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കോണം, ഈ രാജ്യം ഗാസ എന്ന് പറയുന്ന മൊനമ്പ്, ആ സ്റ്റെപ്പ് ഇനി അത് പാലസ്തീൻ്റെ അല്ല. അതാണ് മെസ്സേജ്. അതായത് ആരൊക്കെ ഇവിടെ കയറി, ആരൊക്കെ ഇവിടെ താമസിച്ച് ഇവരെ സഹായിക്കുന്നു, ഹമാസിനെ സഹായിക്കുന്നു, അതിൻ്റെ വിവരങ്ങൾ ഞങ്ങൾക്ക് വേണം. ഇതിനകത്ത് വേറെ ആ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്, ഇവരിൽ ആരെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ഹമാസുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വിസ കൊടുക്കുന്നതല്ല, കാരണം എൻട്രി കൊടുക്കുകയില്ല. നേരത്തെ അങ്ങനെയല്ല, ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതിൻ്റെ അകത്ത് പോയി സംഭവങ്ങൾ ചെയ്യാൻ, ട്രെയിനിങ്, പ്രാക്ടീസ്, വെപ്പൺസ്, അത് ഇത് എന്ത് വേണം ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഇത് ഹമാസിൻ്റെ സ്ട്രെങ്ത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, സിറിയ ഒത്തിരി പേര് വന്നു, അതേപോലെ ഇവരെ സഹായിക്കാൻ യമനിൽ നിന്ന് വന്നു, പല ആൾക്കാരും വന്നു. ഇവരെല്ലാം വന്ന് എയ്ഡ് വർക്കേഴ്സായിട്ടാണ്, അതായത് പാലസ്തീൻകാരെ ഗ്ലോബലായിട്ട് പല എയ്ഡ് ഓർഗനൈസേഷനും സഹായിക്കുന്നുണ്ട്. UN സഹായിക്കുന്നുണ്ട്, അത് അമേരിക്കൻ എയ്ഡുണ്ട്, മറ്റു പല രാജ്യങ്ങളുടെ എയ്ഡുണ്ട്. ഇങ്ങനെ വന്ന ആൾക്കാർ മുഴുവനും ബേസിക്കലി ടെററിസ്റ്റുകളായിരുന്നു. ഇവരവിടെ എയ്ഡും വർക്കും ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ് ഉൾപ്പെടെ, അതായത് UK എന്ന് വന്ന പല ഡോക്ടേഴ്സ് പല ലേഖനങ്ങളൊക്കെ എഴുതി. ഇവരൊക്കെ ബേസിക്കലി ഈ ഹമാസിൻ്റെ സിമ്പതൈസർ ആയിട്ടുള്ള ഫണ്ട് റൈസേഴ്സ്, അതേപോലെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അവരെ വീടുകൾ കെട്ടിക്കൊടുക്കാനും ടെൻറ്റുകൾ കെട്ടിക്കൊടുക്കാനും സർജറി ചെയ്യാനും ഒക്കെ പല ലേഖനങ്ങളൊക്കെ പല പത്രങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവരുടെ ലിസ്റ്റുകളൊക്കെ ഇസ്രായേലി ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചു. പല ആൾക്കാരും കൊല്ലപ്പെട്ടു ഇസ്രായേലിൻ്റെ ഫൈറ്റിൽ, ആ സ്ട്രൈക്കിൽ. പല ആൾക്കാരും മറ്റ് പല ഈജിപ്തിലോട്ടും അതേപോലെ തന്നെ സിറിയയിലോട്ടും ലെബനനിലോട്ടും വെസ്റ്റ് ബാങ്കിലോട്ടും പോയിട്ടുണ്ട് തിരിച്ചകത്തോട്ട് കയറാൻ. കാരണം ഇപ്പോൾ ഈ ഒരുവിധ സീസ് ഫെയറും പ്രശ്നങ്ങളൊക്കെ ആ രീതിയിൽ പോവുകയാണ്. അപ്പോൾ തിരിച്ചു കയറാൻ വേണ്ടി ഇവരെ ശ്രമം നടത്തിയ സമയത്താണ് ഇസ്രായേൽ പറഞ്ഞത്, അതിനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ ഇനി വിസ റെസ്ട്രിക്ഷൻ ഉണ്ട്, വിസ എടുത്ത ശേഷം
നിങ്ങളുടെ പൂർവ്വ ഹിസ്റ്ററി മുഴുവനും നോക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഹമാസുമായിട്ടോ പലസ്തീനുമായിട്ടോ ബന്ധമുണ്ട് എന്നറിഞ്ഞാൽ നിങ്ങൾക്ക് വിസ തരില്ല. ഇതാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് പിന്നെ മറ്റേ മെസ്സേജ് ഞാൻ പറഞ്ഞ കൃത്യമാണ്. അതായത് ഇനി ഗാസയെന്ന് പറഞ്ഞ പാലസ്തീൻകാരുടെ അല്ല, അതിൻ്റെ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിലാണ്. അതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ അത് പാലസ്തീൻ്റെയോ ഗാസയുടെ പെർമിഷൻ അല്ല, ഞങ്ങളുടെ പെർമിഷൻ മേടിക്കണം. കാരണം ഇത് ഞങ്ങളുടേതാണ്. കാരണം കൃത്യമായിട്ട് പിടികിട്ടിയല്ലോ. അതായത് കൃത്യമായിട്ട് ഇസ്രായേൽ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു. അവിടെ പാലസ്തീൻകാർക്കും അവിടെ ഗാസയിലുള്ള ഹമാസുകാർക്കും അടുത്തുള്ള എയ്ഡുമായിട്ട് അതിൻ്റെ അകത്ത് കയറാനുള്ള ഖത്തറിൻ്റെ ആൾക്കാർക്കാണെങ്കിൽ ഖത്തർ ഇവിടെ അവർക്ക് താമസിക്കാൻ വേണ്ടി ടെൻ്റൊക്കെ അടിച്ച് റെഡിയായിട്ട് ഫിലഡൽഫിയ ബോർഡറിൽ ഇരിപ്പുണ്ട്. ഏകദേശം 1500 ടെൻറ്റുമായിട്ട് അതിൻ്റെ അകത്ത് കയറ്റിയിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ വന്നപ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഗാസയ്ക്കകത്ത് മറ്റൊരു തേർഡ് പാർട്ടി കയറണമെന്നുണ്ടെങ്കിൽ അവരെ അനുകൂലിക്കുന്നവരോ അവരുടെ സിമ്പതൈസറോ അവരെ ഫണ്ട് ചെയ്ത് സഹായിക്കുന്നവർ ഇതിനകത്ത് കയറി എയ്ഡ് വർക്കറായിട്ട് ഇവർക്ക് പല വോളണ്ടിയേഴ്സായിട്ട് സഹായം ചെയ്യുന്നവരുടെ മുഴുവൻ ഡീറ്റെയിൽ ഇസ്രായേലിന് വേണം. അല്ലെങ്കിൽ അവനെയൊന്നും അകത്ത് കയറ്റില്ല. അതായത് കൃത്യമായിട്ട് ലോകത്തോടും പലസ്തീൻകാരോടും എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. ആ ഒറ്റ തീരുമാനത്തിൽ ഗാസ ഞങ്ങളുടെയാണ്, അതിനകത്ത് നിന്നെ ഞാൻ കയറ്റില്ല. പിടികിട്ടിയല്ലോ സംഭവം. പല 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 സുഡാപ്പികൾക്കും പല ചാനലുകൾക്കും പ്രശ്നമായിരുന്നു. ഈ നിയമം കൊണ്ടുവന്നതോടുകൂടി, അതായത് ഇതിന് പ്രത്യേകിച്ച് അമേരിക്കയുടെ പിന്തുണയുണ്ട്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ അതിനെപ്പറ്റി നിശബ്ദമായി. കാരണം അവർ അമേരിക്കയുമായിട്ട് എൻഗേജ്ഡായ ടാരിഫും ഉക്രൈൻ വിഷയത്തിൽ അവർക്കും സൈലൻ്റാണ്. ഇതിനെ പൂർണ്ണമായിട്ടും അനുകൂലിക്കുന്നത് UAEയും സൗദി അറേബ്യയുമാണ്. ഇറാൻ്റെ ശബ്ദം ആരും കേൾക്കുന്നില്ല. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ തെക്കൻ ലെബനൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഡമാസ്കസിൻ്റെ കാര്യം നേരത്തെ വീഡിയോയിൽ പറഞ്ഞു. ഇവിടെയും ഇപ്പോൾ എൻട്രി ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് എൻട്രി ബാൻ ചെയ്തേക്കുക. അവിടെയും വെസ്റ്റ് ബാങ്കിൽ പോലും നേരത്തെ ഈ നിയമം കൊണ്ട് ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തു. അവിടെയും ജനിം എന്ന് പറഞ്ഞ വല്ല റെഫ്യൂജി ക്യാമ്പുകളിൽ ഇതേപോലെയുള്ള എയ്ഡ് വർക്കേഴ്സ് വരണമെന്ന്, അവിടെ സാധനം കൊടുക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ ഡോക്ടേഴ്സോ മറ്റുള്ള ആൾക്കാരോ വോളണ്ടിയേഴ്സ് വരികയാണെങ്കിൽ അവർക്കും കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഞങ്ങളുടെ പെർമിഷൻ മേടിക്കണം. ഇത് നിങ്ങളുടേതല്ല, ഞങ്ങളുടേതാണ്. അതിനകത്ത് കയറുവാൻ ഞങ്ങൾ പെർമിഷൻ തരും. അത് ഞങ്ങൾ വിസ പോലെയാണ് തരുന്നത്. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഈ ലാൻഡിനകത്ത് കയറാൻ പാടുള്ളൂ. അതായത് ലാൻഡ് ഞങ്ങളുടേതല്ല, പക്ഷെ ഞങ്ങളുടെ പെർമിഷൻ വേണം. കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇതവർ പിടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതൊക്കെ ഫോർമാലിറ്റീസ് മാത്രമാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.